പരിശോധിക്കുന്നത് ആദ്യം പോകുന്നത് ചിന്നു പാപ്പുവിന്റെ ആത്മഹത്യയിലേക്കാണ്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ചിന്നു പാപ്പു എന്ന രേഷ്മയുടെ ആത്മഹത്യ കുടുംബ പ്രശ്നത്തെ തുടർന്നുണ്ടായ മാനസിക സമ്മർദ്ദത്തിൽ നിന്നാണ് പ്രാഥമിക കണ്ടെത്തൽ. രേഷ്മയുടെ ആൺസുഹൃത്തിനെ ചോദ്യം ചെയ്തതിൽ നിർണായക വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചത്. ഇയാളുടെ ഫോൺ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. മൊഴി രേഖപ്പെടുത്തിയ ശേഷം യുവാവിനെ രക്ഷിതാക്കൾക്കൊപ്പം വിട്ടയച്ചു. രേഷ്മയുടെ ഫോണും വിശദമായ പരിശോധനയ്ക്കായി പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന് KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, തുടക്കം മുതൽ, അതായത് ഈ ചിന്നു പാപ്പു സാധാരണ ഈ സോഷ്യൽ മീഡിയയൊക്കെ കൃത്യമായും നിരീക്ഷിക്കുന്നവർക്ക് വളരെ സുപരിചിതയാണ്. പക്ഷെ പെട്ടെന്നുള്ള ഈ പെൺകുട്ടിയുടെ ആത്മഹത്യ വലിയ ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ കാരണം തേടിപ്പോയപ്പോൾ തുടക്കത്തിൽ തന്നെ ഇത് കുടുംബപരമായ ചില പ്രശ്നങ്ങളാണ്, സൗഹൃദത്തിലെ ചില പ്രശ്നങ്ങളാണെന്നുള്ള സൂചനകൾ ലഭിച്ചിരുന്നു. പക്ഷേ പോലീസിൻ്റെ അന്വേഷണത്തിൽ ഒരു വ്യക്തമായ വിവരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ടോമെ, പോലീസിന്റെ അന്വേഷണത്തിൽ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചിന്നു പാപ്പു എന്നാണ്. അതിൽ കുടുംബപരമായി എന്ന് പറയുമ്പോൾ ഇവരുടെ സ്വന്തം വീടുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമല്ല, അവർ ഇവരുടെ പ്രശ്നങ്ങൾ അറിയുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനം. ഇവർക്ക് വിവാഹ ജീവിതവുമായി ഉണ്ടായ അതുമായി ബന്ധപ്പെട്ട് പിന്നീട് അങ്ങോട്ട് തുടർന്നുണ്ടായ പല പ്രശ്നങ്ങളും, അത് ടോം തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ വഴി തെറ്റിയ ജീവിതം എന്നൊക്കെ നമുക്ക് പറയാം. അത്തരത്തിലാണ് പോലീസ് ഇതിനെ പറയുന്നത്. അതായത് ആൺ സുഹൃത്തിനെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ഇതിന്റെ ഓരോ കാര്യങ്ങളും പുറത്തു വരുന്നത്. കാരണം ഈ ചിന്നു പാപ്പു എന്ന് പറയുന്ന രേഷ്മയുടെ ആത്മഹത്യ വലിയ തോതിൽ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്തതാണ്. കാരണം അവരുടെ വീഡിയോകളൊക്കെ പരിശോധിച്ചാൽ നമുക്ക് കാണാം, വളരെ സന്തോഷത്തോടു കൂടിയും എനർജറ്റിക് ആയാണ് അവരുടെ ഓരോ വീഡിയോകളും. അത് കാസർഗോഡൻ ശൈലിയിൽ ഭക്ഷണമായിക്കോട്ടെ, യാത്രകളായിക്കോട്ടെ, കൃത്യമായി തനത് ശൈലിയിലായിരുന്നു ഈ രേഷ്മയുടെ അവതരണമൊക്കെ. അതുകൊണ്ട് തന്നെ വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ ഈ പ്രശസ്തിയിൽ എത്തിയെന്ന് പറയാം. അത് വലിയ പ്രശസ്തി എന്ന് പറയാൻ പറ്റില്ല, ചെറിയ പ്രശസ്തിയിൽ എത്തുമ്പോൾ തന്നെ ഇവർക്കൊപ്പം ഒരുപാട് ആളുകൾ എത്തിപ്പെട്ടു എന്നതാണ് പോലീസ് പറയുന്നത്. അതായത് ആദ്യം ഒരാളെ പ്രേമിച്ച് വിവാഹം കഴിക്കുന്നു, അവർക്ക് 4 വയസ്സുള്ള ഒരു മകനുണ്ട്. ഈ വിവാഹബന്ധം പെട്ടെന്ന് തകരുന്നു. അതായത് ഇയാൾ മറ്റൊരു പെൺകുട്ടി, അതായത് വിവാഹിതയായ ഒരു പെൺകുട്ടിയുമൊത്ത് ഒളിച്ചോടുകയും പിന്നീട് അവർക്കൊപ്പം ജീവിതം തുടരുന്ന സാഹചര്യമുണ്ടായി. അത് ഈ രേഷ്മയെ വല്ലാതെ ബാധിച്ചു, അവരുടെ കടുത്ത മാനസിക സമ്മർദ്ദത്തിന് ഇടയാക്കി എന്നാണ് പോലീസ് പറയുന്നത്. അതിനുശേഷം പിന്നീട് ഒരു ആൺസുഹൃത്തിനെ കണ്ടെത്തുന്നു. ആ ആൺസുഹൃത്തിനൊപ്പം സ്വന്തം വീട്ടിലല്ല താമസിക്കുന്നത്, കാസർഗോഡ് ഒരു വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുകയും അവിടെ നിന്നും മറ്റു ചില ആളുകളുമായി സൗഹൃദത്തിലായി എന്നൊക്കെ പോലീസ് പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കഥകളുണ്ട്. പക്ഷേ അത് തികച്ചും ഇവരുടെ വ്യക്തിപരമായ ഒരുപാട് കാര്യങ്ങളാണ്. അതൊക്കെ നമുക്ക് പങ്കുവെക്കുന്നതിൽ അല്ലെങ്കിൽ അത് ശരിയല്ല ഉള്ളതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. കാരണം ഈ മരണത്തിലൊരു ദുരൂഹത അത് മാറ്റണമെന്ന് തന്നെയായിരുന്നു ഈ കുടുംബം, അതായത് ഈ രേഷ്മയുടെ സഹോദരൻ ഉൾപ്പെടെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഏതായാലും അത്തരം ദുരൂഹതകൾ അകലുന്നു എന്ന് വേണം പറയാൻ. പോലീസിന്റെ പ്രാഥമികമായ അന്വേഷണത്തിൽ ഇതൊരു അസ്വാഭാവികതയും പോലീസിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇത്തരം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാവുന്ന വലിയ മാനസിക സമ്മർദ്ദം അത് മറ്റാരോടും പങ്കുവെക്കാതെ സ്വയം ഉള്ളിലൊതുക്കി നേറിക്കഴിയുകയായിരുന്നു ഈ ചിന്നു പാപ്പു എന്നാണ് പറയുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെ ഇവരുടെ വീഡിയോകളൊന്നും പോസ്റ്റ് ചെയ്യാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം അവർ അത്രത്തോളം മാനസിക സമ്മർദ്ദത്തിലായിരുന്നു. പോലീസ് ഇപ്പോൾ അന്വേഷണത്തിലാണ് കണ്ടെത്തിയത്. അവസാനം ചെയ്ത വീഡിയോവും അതിനിടയിൽ ഇവർക്കുണ്ടായ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇവർ പുറത്ത് വിട്ട വീഡിയോയും അതൊന്നും പെട്ടെന്ന് നോക്കിയാൽ അവർക്ക് കടുത്ത മാനസിക വിഷമത്തിലാണ്, അതല്ലെങ്കിൽ അവർ വലിയ പ്രയാസത്തിലാണ് മുന്നോട്ട് പോകുന്നതെന്നും മനസ്സിലാകാത്ത രീതിയിലായിരുന്നു ഇവരുടെ വീഡിയോകൾ. അത് ഈ ആൺസുഹൃത്തിനെ കൂടി കൃത്യമായി ചോദ്യം ചെയ്തപ്പോഴാണ് അതിന്റെ ഓരോ കാര്യങ്ങളും പുറത്തു വരുന്നത്. അങ്ങനെ കാസർഗോഡ് ടൗണിൽ ഒരു വീട് വാടകയ്ക്ക് എടുത്ത് അവിടെ താമസിക്കും. വീട്ടുകാരോട് പറഞ്ഞത് ഇങ്ങനെ ജോലി ആവശ്യാർത്ഥം ഒരു വീട് നഗരത്തിലെടുക്കുന്നതെന്നാണ്. കാരണം ഇവിടുന്ന് അവരുടെ സ്വന്തം വീട് ആദൂർ എന്ന് പറയുന്നതാണ് കാസർഗോഡ് നിന്നും ഒരു 40 കിലോമീറ്റർ അകലെ, കേരള കർണാടക അതിർത്തിയായി ഒരു പ്രദേശമാണ്. അവിടെ ഒരു നാടൻ ഗ്രാമം തന്നെ പറയാം. അതുകൊണ്ട് വീടെടുത്ത് താമസിക്കുന്നു എന്നാണ് പറയുന്നത്. ഈ സംഭവ സമയം, അത് ആത്മഹത്യ ചെയ്ത സമയത്ത് മകൻ ഒപ്പം ഉണ്ടായിരുന്നില്ല. മകനെ സ്വന്തം പിതാവിനെ ഏൽപ്പിച്ചായിരുന്നു, അതായത് സ്വന്തം കുടുംബ വീട്ടിൽ ഏൽപ്പിച്ചായിരുന്നു രേഷ്മ ഇവിടെ എത്തിയത്. 24-ാം തീയതിയാണ് ഇവിടെ വന്നതെന്നാണ് കുടുംബം പറഞ്ഞിരുന്നത്. അത് ഒരു പക്ഷേ പോലീസ് പറയുന്നത് നേരത്തെ തന്നെ ഇത്തരം ആത്മഹത്യ ഒരു ടെൻഡൻസി അവർക്ക് ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെ ആയിരിക്കാം ആ മകനെ അവിടെ വീട്ടിൽ പിതാവിനൊപ്പം നിർത്തി രേഷ്മ ഇവിടെ വന്നതെന്നാണ്. എന്നാലും ഈ ദിവസങ്ങളിൽ ഈ ആൺസുഹൃത്തുമായി
വലിയ തോതിലുള്ള വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് അയൽവാസികൾ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ആൺ സുഹൃത്തിനെ വലിയ തോതിൽ ആദ്യം തന്നെ സംശയിക്കുന്ന സാഹചര്യം ഉണ്ടായത്. പക്ഷേ ആൺ സുഹൃത്തിനെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇത്തരം കാര്യങ്ങൾ, അതായത് രേഷ്മയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും, വ്യക്തിപരമായ ഇവരുടെ ജീവിതത്തിൽ നേരിട്ട പ്രശ്നങ്ങൾ എന്നത് അത് നമുക്ക് പങ്കുവെക്കാൻ കഴിയാത്ത രീതിയിലുള്ള പല പ്രശ്നങ്ങളിലൂടെ അവർ കടന്നുപോയി. ചെറിയ പ്രായത്തിൽ തന്നെ ചെറിയ പ്രശസ്തി വരുന്നു, പണം വരുന്നു, അതോടൊപ്പം ആളുകളും ഒപ്പം കൂടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇവരുടെ വീഡിയോകളൊക്കെ ലക്ഷങ്ങളാണ് ഇവർ കാണുന്ന സാഹചര്യം ഉണ്ടായത്. അതായത് 2 ലക്ഷത്തോളം ഫോളോവേഴ്സ് തന്നെ സ്വാഭാവികമായും ഇങ്ങനെ ഒരു ചെറിയ പ്രായത്തിലെ പ്രശസ്തി, വലിയ രീതിയിലുള്ള സമ്പത്ത്, ഇതൊക്കെ പലരുടെയും ജീവിതത്തിന്റെ താളം തെറ്റിക്കാം. ഒരുപക്ഷെ ചിന്നുവിനും അതായിരിക്കും സംഭവിച്ചത് എന്ന് തന്നെ മനസ്സിലാക്കണമല്ലോ. അതിനപ്പുറം ഇവരുടെ കുടുംബജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു എന്ന് പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. കാരണം ഭർത്താവ് ഉള്ളപ്പോൾ തന്നെ മറ്റ് സൗഹൃദങ്ങളിലേക്ക് പോകുന്നു. അങ്ങനെ നിരവധിയായിട്ടുള്ള സൗഹൃദങ്ങൾ, അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അങ്ങനെ ഈ മരണത്തിന് പല കാരണങ്ങളുണ്ടോ? തീർച്ചയായും അത്തരം ഒരുപാട് കാരണങ്ങൾ പോലീസ് നമ്മളുമായി പങ്കുവച്ചിട്ടുണ്ട് ടോം. അത് നേരത്തെ തുടക്കത്തിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരാളുടെ അത്രയും വ്യക്തിപരമായ കാര്യങ്ങളാണ് ആ ആൾ ജീവനോടെ ഇല്ല. ഒരുപാട് ആളുകൾ അവരുടെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അവരുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ വിശദമായി പങ്കുവെക്കുന്നതിൽ ചെറിയ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ കാര്യം ഇങ്ങനെ സൂചിപ്പിക്കുന്നത്. അതായത് ഈ വിവാഹവും അതോടനുബന്ധിച്ച് ഈ ആൺ സുഹൃത്തുക്കളും അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ ഇവർക്ക് ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിനെ ചൊല്ലി ഏറ്റവും ഒടുവിലുള്ള ആൺ സുഹൃത്തും ഇവരും തമ്മിൽ കഴിഞ്ഞ 4-5 ദിവസമായി നിരന്തരം വഴക്കായിരുന്നു എന്നാണ് പറയുന്നത്. അത് മറ്റൊരു ആൺ സുഹൃത്തിനെ ചൊല്ലിയാണ് എന്നാണ് പോലീസ് പറയുന്നത്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇവർ അനുഭവിച്ച് കൊണ്ടിരിക്കുന്നു. പക്ഷെ ഇതൊന്നും ഇവരുടെ വീട്ടിലോ പിതാവിനെയോ അല്ലെങ്കിൽ സഹോദരനോ ഒന്നും അറിയിക്കാതെയായിരുന്നു ഇവർ ഈ ക്യാമറയ്ക്ക് മുന്നിൽ വരുന്നതും വളരെ സന്തോഷവതിയായി ഇവർ വീഡിയോ ചിത്രീകരിക്കുന്നതൊക്കെ സാഹചര്യം ഉണ്ടായത്. കഴിഞ്ഞ കുറെ നാളുകളായി ഇങ്ങനെയായിരുന്നു. ഈ സ്വന്തം ഭർത്താവ് പ്രണയിച്ച് വിവാഹം കഴിച്ച് ഒരു മകൻ ഉണ്ട്, ആ ഒരു ഭർത്താവ് തന്നെ ഉപേക്ഷിച്ച് മറ്റൊരു യുവതിയോടൊപ്പം, അതും വിവാഹിതയായ കുട്ടികളൊക്കെ ഉള്ള ഒരു യുവതിയോടൊപ്പം പോകുന്ന ഒരു സാഹചര്യം, അത് ഇവരെ സംബന്ധിച്ചിടത്തോളം താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. അങ്ങനെയാണ് ഈ ആൺ സുഹൃത്തിനെ ചോദ്യം ചെയ്തതിൽ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഏറ്റവും ഒടുവിലായി ഇത് ഒരു പെയിന്റിംഗ് തൊഴിലാളിയായ ഒരാളാണ് ഏറ്റവും ഒടുവിലായി ആൺ സുഹൃത്തായി കൂടി ഉണ്ടായിരുന്നത്. അത് ഇങ്ങനെ വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നു. വീട്ടുകാരുടെ അറിവോടെ ആയിരുന്നു എന്നാണ് പറയുന്നത്. വീട്ടുകാർക്ക് അത് അറിയാം, ഇന്ന് ഇങ്ങനെ ഒരാളോട് കൂടിയാണ് ഇവർ താമസിക്കുന്നത്, വീട്ടുകാർക്ക് അറിയാം എന്നാണ് പറയുന്നത്. അങ്ങനെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ചെറിയ പ്രായത്തിൽ 19 വയസ്സിൽ വിവാഹം കഴിക്കുന്നു. ആ സമയത്ത് തന്നെ ഇവർ സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു. അങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ട ഒരാൾ വിവാഹം കഴിക്കുന്ന ആ വിവാഹ ജീവിതത്തിലൊക്കെ ഒരുപാട് കഥകളുണ്ട്. അത് ഒരു പക്ഷേ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഇവർ പങ്കുവച്ചിട്ട് തന്നെയുണ്ട്. കാരണം ആ ആൾ മറ്റൊരു പെൺകുട്ടിയെ പ്രേമിക്കുകയും അവരെ കാണാൻ വരുന്ന സമയത്ത് ഈ രേഷ്മയെ കാണുന്നു, പിന്നീട് ഇവരെ ഇഷ്ടപ്പെടുന്നു, അവരെ വിവാഹം കഴിക്കുന്നു. ആ ഭർത്താവാണ് ഇവരെ 4 വയസ്സുള്ള കുട്ടിയും ഈ രേഷ്മയും ഉപേക്ഷിച്ച് മറ്റൊരു യുവതിയോടൊപ്പം, അത് വിവാഹിതയാണ്, അവർക്കൊരു കുട്ടിയുണ്ട്, അങ്ങനെ ഒളിച്ചോടുന്നു. പോലീസ് അവസാനം കേസായപ്പോൾ കോടതിയിൽ നിന്ന് ഇവർ ഒരുമിച്ച് താമസിക്കുമെന്ന് പറയും. അവരിപ്പോൾ ഒരുമിച്ച് താമസിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. നമ്മൾ കേൾക്കുന്നത് ആ പെൺകുട്ടിയും അയാൾ ഉപേക്ഷിച്ച് മറ്റൊരു പെൺകുട്ടിയോടൊപ്പം പോയാണ്. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ, അതായത് പക്വതയില്ലാതെ ജീവിതം, വഴി തെറ്റിയ രീതിയിലുള്ള ഒരുപാട് ജീവിതം, അതാണ് രേഷ്മയെ ഒടുവിൽ ഈ ഒരു ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന് പറയുമ്പോഴും അത്തരം ഒരു വഴിയിലേക്ക് രേഷ്മയെ തെരഞ്ഞെടുത്തെന്നും വേണം മനസ്സിലാക്കാൻ. അതാണ് പോലീസും പങ്കുവെക്കുന്നത്. അതല്ലാതെ ഇതിൽ അസ്വാഭാവികത ഒന്നുമില്ല. ഏതെങ്കിലും തരത്തിൽ നേരത്തെ തൂങ്ങി മരണമാണ് എന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തന്നെയുണ്ട്. അസ്വാഭാവികം ഒന്നും തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും കണ്ടിരുന്നില്ല. അവസാനമായി ഈ ആൺ സുഹൃത്തിനെ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം ഉണ്ടായിരുന്നത്. ആൺ സുഹൃത്തിനാണോ ഈ വില്ലൻ? ഇത് പ്രധാനമായും കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ചോദ്യം ഉയർന്നതാണ്, ആൺ സുഹൃത്ത് വില്ലൻ ആണോ? അങ്ങനെയുള്ള പല തരത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു. കാരണം സജീവ ചർച്ചാ വിഷയമായിരുന്നു. ഇത് ഒരിക്കലും പ്രതീക്ഷിക്കാത്തതായിരുന്നു. ഈ ചിന്നു ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യുമെന്നും ഒരു ഞെട്ടലോട് കൂടിയാണ് എല്ലാവരും കണ്ടത്. പ്രത്യേകിച്ച് ഈ നമുക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയ നോക്കിയാൽ തന്നെ കാണാം, ഈ ഇൻഫ്ലുവൻസർമാരൊക്കെ വലിയ ബന്ധങ്ങൾ ഇവർ തമ്മിൽ പരിചയമുള്ള ആളുകളാണ് കൂടുതലായിട്ടും ഉള്ളത്. അവരൊക്കെ പറയുന്നത്, അവരൊക്കെ പങ്കുവെക്കുന്നു അത് തന്നെയാണ്. ഈ ഇത്രയും ക്യാമറയ്ക്ക് മുന്നിൽ ചിരിച്ച് അല്ലെങ്കിൽ അവരെ മാതൃകയാക്കാൻ പലരും ശ്രമിക്കാറുണ്ട്.
പക്ഷെ അവരുടെ ജീവിതം, യഥാർത്ഥ ജീവിതം ഓരോ ആളുകളുടെയും ഒരു പക്ഷേ നമ്മൾ കാണുന്ന ഈ മൊബൈലിലോ മറ്റും ഇത്തരത്തിൽ കാണുന്നതല്ല അവരുടെ ജീവിതം. ഒരുപാട് പ്രശ്നങ്ങളും ഇത്തരം സങ്കീർണതകളും ഉണ്ടാകാം. ഇതൊന്നും പങ്കുവെക്കാൻ പോലും തയ്യാറാകാത്തത് ഒരു പക്ഷേ സെലിബ്രിറ്റി പരിവേഷം. ഇവരെ ഈ അടുത്ത കാലത്ത് ഒരു പ്രമുഖ ചാനലിൽ ഇന്റർവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അത് ചെറിയ പ്രശസ്തി ആകുമ്പോൾ തന്നെ ഇത്തരം ആളുകൾക്ക് പിന്നീട് വലിയ പ്ലാറ്റ്ഫോമുകളൊക്കെ ലഭിക്കുന്ന സാഹചര്യമൊക്കെ നമ്മൾ പല ആളുകളിൽ കണ്ടതാണ്. അങ്ങനെ ഈ ചിന്നുവിനും പല അവസരങ്ങളും ലഭിക്കുകയും അങ്ങനെ ഉയരങ്ങളിലേക്ക് പോകുന്ന ഒരു സമയത്താണ് ഒരു പക്ഷേ ഈ കുടുംബത്തിന്റെ, ഈ സ്വന്തം ജീവിതത്തിൽ വിവാഹം അതോടനുബന്ധിച്ച് തുടർന്നുണ്ടായ പ്രശ്നങ്ങളൊക്കെ വലിയ തോതിൽ കടുത്ത മാനസിക സമ്മർദ്ദത്തിലേക്ക് ഇടയാക്കിയെന്ന് വേണം കരുതാൻ. അതാണ് പോലീസും പറയുന്നത്. പോലീസ് അന്വേഷണത്തിലും കണ്ടെത്തിയതാണ്. ഏതായാലും ആൺ സുഹൃത്തിന്റെ മൊബൈൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതോടൊപ്പം കാസർഗോഡ് സ്വദേശിനിയായ രേഷ്മയുടെ എന്തായാലും ബൈജു സൂചിപ്പിച്ചതുപോലെ ഈ താളം തെറ്റിയ ജീവിതം നയിക്കുന്നവർ ചിന്നു പാപ്പു എന്ന രേഷ്മയുടെ, ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുടെ ജീവിതം ഒന്ന് പഠിക്കേണ്ടതാണ്, പരിശോധിക്കേണ്ടതാണ്. കാരണം നമുക്കൊരു ഈ പണവും പ്രശസ്തിയും ഒക്കെ ഉള്ള സമയത്ത് കുറേ സുഹൃത്തുക്കളുണ്ടാകും, കുറേ അടുപ്പക്കാരുണ്ടാകും. പക്ഷേ എവിടെയെങ്കിലും മനസ്സൊന്ന് പതറിയാൽ മതി, കൈവിട്ടു പോയാൽ മതി ഒടുവിൽ ജീവിതം ഈ രീതിയിൽ അവസാനിക്കാൻ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.